അമേരിക്കൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക വിമാനം എയർഫോഴ്സ് വൺ. ഇത് ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അമേരിക്കൻ പ്രസിഡന്റിന്റെ ഒരു മൊബൈൽ കമാൻഡിംഗ് സെന്റർ കൂടിയാണ് ഈ വിമാനം. അദ്ദേഹത്തിന് തന്റെ ഓഫീസിൽ ഇരുന്നു കൊണ്ട് ചെയ്യാൻ കഴിയുന്ന എല്ലാ ഔദ്യോഗിക ചുമതലകളും ഈ വിമാനത്തിൽ ഇരുന്നു കൊണ്ടും വളരെ ഭംഗിയായി നിർവഹിക്കാം. അതീവ സുരക്ഷിതമായി ആശയവിനിമയം നടത്താനും സൈനിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാനും കൂടാതെ മറ്റ് സർക്കാർ വകുപ്പുകളുമായി ഏകോപനം നടത്താനും എല്ലാം ഇതിലിരുന്നു കൊണ്ട് അദ്ദേഹത്തിന് നിഷ്പ്രയാസം ചെയ്യാം. ഈ വിമാനത്തിൽ അമേരിക്കൻ പ്രസിഡന്റിനോടൊപ്പം അദ്ദേഹത്തിന്റെ സെക്യൂരിറ്റി ഉപദേശകൻ, സുരക്ഷാ ഉദ്യോഗസ്ഥൻ, മറ്റ് സപ്പോർട്ട് ഉദ്യോഗസ്ഥർ എന്നിവരെല്ലാം അടങ്ങുന്ന ഒരു ഗ്രൂപ്പും അദ്ദേഹത്തിന്റെ ഒപ്പം ഈ വിമാനത്തിൽ എപ്പോഴും സഞ്ചരിക്കാറുണ്ട്. പ്രസിഡന്റ് ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിന്റെ ഓഫീസും യാത്ര ചെയ്യുന്നു എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. സുരക്ഷയുടെയും സൗകര്യങ്ങളുടെയും മറ്റ് സംവിധാനങ്ങളുടെയും അടിസ്ഥാനത്തിൽ ലോകത്തിലെ ഏറ്റവും മികച്ചതെന്ന് നമുക്ക് ഇതിനെ വിളിക്കാം. ബോയിങ് 747 200B എയർക്രാഫ്റ്റ് ആണ് എയർഫോഴ്സ് വൺ എന്ന പേരിൽ നമ്മൾ അറിയപ്പെടുന്നത്. ഇതിൽ ഓഫീസുകൾ, സ്ലീപ്പിംഗ് ക്വാർട്ടേഴ്സുകൾ, കോൺഫറൻസ് റൂമുകൾ എന്നിവ ഉൾക്കൊള്ളുന്ന ഈ വിമാനത്തെ ഫ്ലൈയിങ് വൈറ്റ് ഹൗസ് എന്നും വിളിക്കാറുണ്ട്. അത്യാധുനിക സംവിധാനങ്ങളുടെയും സുരക്ഷയുടെയും കാര്യത്തിൽ ലോകത്തിലെ നമ്പർ 1 ആണ് എയർഫോഴ്സ് വൺ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. എന്നാൽ ഇതിനെ കിടപിടിക്കുന്ന തരത്തിൽ ഒരു വിമാനം നമ്മുടെ ഇന്ത്യക്കുമുണ്ട്. അതിന്റെ പേരാണ് എയർ ഇന്ത്യ വൺ. ഇന്ത്യയുടെ പ്രധാനമന്ത്രി, രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി എന്നിവരാണ് ഈ വിമാനം ഉപയോഗിക്കുന്നത്. ലോകത്താകമാനമുള്ള VIP വിമാനങ്ങളുടെ റാങ്ക് എടുത്താൽ ഇന്ത്യയുടെ എയർഫോഴ്സ് വണ്ണിന് 3-ാം സ്ഥാനമാണ് ഉള്ളത്. ബോയിങ്ങിന്റെ തന്നെ 747-400 മോഡൽ എയർക്രാഫ്റ്റ് ആണ് എയർ ഇന്ത്യ വൺ ആയി നമ്മുടെ ഇന്ത്യ ഉപയോഗിക്കുന്നത്. ഈ വിമാനത്തിലും അത്യാധുനിക ആശയവിനിമയ സംവിധാനങ്ങളും സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കിയിരിക്കുന്നു. ഇനി നമുക്ക് ഈ രണ്ട് വിമാനങ്ങളും തമ്മിലുള്ള ചെറിയൊരു താരതമ്യം നോക്കാം. ഒന്നാമതായി സുരക്ഷാ സവിശേഷത. സുരക്ഷയിൽ ഈ രണ്ട് വിമാനങ്ങളും ഒപ്പത്തിനൊപ്പം നിൽക്കും. മിസൈൽ ആക്രമണം, ഹൈജാക്കിംഗ് ശ്രമങ്ങൾ എന്നിവയിൽ നിന്നും രക്ഷ നേടുന്നതിനുള്ള റഡാർ ജാമിംഗ് സംവിധാനങ്ങൾ, ആന്റി മിസൈൽ സിസ്റ്റങ്ങൾ, ആകാശത്തുകൂടി പറക്കുമ്പോൾ തന്നെ ഫ്യൂവൽ നിറയ്ക്കാനുള്ള സംവിധാനങ്ങൾ, മെഡിക്കൽ സ്യൂട്ടുകൾ എന്നിവയെല്ലാം ഉൾപ്പെടും. ഇനി ഈ രണ്ട് വിമാനങ്ങളുടെയും വലുപ്പത്തെക്കുറിച്ചും അതിന്റെ കരുത്തിനെക്കുറിച്ചും പറയുകയാണെങ്കിൽ അമേരിക്കയുടെ എയർഫോഴ്സ് വൺ ഏകദേശം 70 മീറ്റർ നീളവും 2 ചിറകുകളും ഉൾപ്പെടെ 64 മീറ്ററോളം വീതിയുമുണ്ട്. ഇതിൽ 70 പേർക്ക് സുരക്ഷിതമായും സൗകര്യത്തോടും കൂടി യാത്ര ചെയ്യാം. ഒറ്റത്തവണ ഇന്ധനം നിറച്ചാൽ 7800 മൈൽ നിർത്താതെ പറക്കാൻ സാധിക്കും. കൂടാതെ ആകാശത്ത് നിന്ന് തന്നെ ഇന്ധനം നിറയ്ക്കുകയും ചെയ്യാം. ഇനി ഇന്ത്യയുടെ എയർ ഇന്ത്യ വണ്ണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സുരക്ഷയുടെയും അത്യാധുനിക സൗകര്യങ്ങളുടെയും കാര്യത്തിൽ ഒട്ടും പിറകിലല്ലെങ്കിലും വലുപ്പത്തിൽ അല്പം ചെറുതാണ്. നീളം ഏകദേശം 76 മീറ്ററോളം വരുമെങ്കിലും ചിറക് ഉൾപ്പെടെയുള്ള വീതി 60 മീറ്റർ മാത്രമേ വരികയുള്ളൂ. ഏകദേശം 50 മുതൽ 70 പേരെ വരെ വഹിക്കാനുള്ള ശേഷി ഈ വിമാനത്തിനുമുണ്ട്. ഇന്ത്യയുടെ എയർ ഇന്ത്യ വണ്ണിന് ഒറ്റത്തവണ ഇന്ധനം നിറച്ചാൽ ഏകദേശം 6000 മൈൽ വരെ പറക്കാൻ ശേഷിയുണ്ട്. ഈ വിമാനത്തിനും ആകാശത്തു നിന്ന് തന്നെ ഇന്ധനം നിറയ്ക്കാനുള്ള സൗകര്യവുമുണ്ട്. ഇന്ത്യയുടെ എയർ ഇന്ത്യ വൺ എന്ന വിമാനം കൂടുതലായും അന്തർദേശീയ യാത്രകൾക്കാണ് വ്യാപകമായി ഉപയോഗിക്കുന്നത്. എന്നാൽ അമേരിക്കയുടെ എയർഫോഴ്സ് വൺ അന്തർദേശീയ യാത്രകൾക്കും ആഭ്യന്തര യാത്രകൾക്കും ഒരുപോലെ ഉപയോഗിക്കുന്നു. മണിക്കൂറിൽ 1015 കിലോമീറ്റർ വേഗതയിലും 45,000 അടി ഉയരത്തിലും പറക്കാൻ കഴിയുന്ന ഈ വിമാനത്തിന് ഏകദേശം $660 ദശലക്ഷം ചിലവ് വരും. അത്യാധുനിക സംവിധാനങ്ങൾ സജ്ജീകരിക്കുന്നത് ഉൾപ്പെടെയുള്ള ചെലവാണിത്. ഇനി ആനുവൽ മെയിൻ്റനൻസ് ആണെങ്കിൽ $200 ദശലക്ഷം വരും. ഇനി നമ്മുടെ എയർ ഇന്ത്യ വണ്ണിന് ഏകദേശം 43,000 അടി ഉയരത്തിലും മണിക്കൂറിൽ 900 കിലോമീറ്റർ വേഗതയിലും പറക്കാൻ ശേഷിയുണ്ട്. ഏകദേശം $350 ദശലക്ഷം ചെലവ് വരും. അവസാനമായി ആദ്യ 10 സ്ഥാനങ്ങളിൽ വരുന്നത് ഏതൊക്കെ രാജ്യങ്ങളുടെ വിമാനങ്ങളാണെന്ന് നോക്കാം. ആദ്യ 2 സ്ഥാനങ്ങളിൽ വരുന്നത് അമേരിക്കയുടെ തന്നെ എയർഫോഴ്സ് വണ്ണും ഡൂംസ് ഡേ പ്ലെയിൻ എന്നീ വിമാനങ്ങളാണ്. 3, 4, 5 സ്ഥാനങ്ങളിൽ യഥാക്രമം വരുന്നത് ഇന്ത്യയുടെ എയർ ഇന്ത്യ വൺ, നാലാമതായി റഷ്യയുടെ IL-96-300PU, അഞ്ചാമതായി ചൈനയുടെ ഷീ ജിങ് പിങ്സ് എയർഫോഴ്സ് വൺ, 6, 7, 8 എന്നീ സ്ഥാനങ്ങളിൽ വരുന്നത് ജർമ്മനിയുടെ എയർബസ് A340-313X, സൗദി അറേബ്യയുടെ ബോയിങ് 747-8, ഫ്രാൻസിന്റെ എയർബസ് A330-200 എന്നിങ്ങനെയാണ്. ജപ്പാന്റെ ബോയിങ് 737-800BBJ, ബ്രസീലിന്റെ ബോയിങ് 767-300ER എന്നിങ്ങനെയാണ് ആദ്യ 10 സ്ഥാനങ്ങളിൽ വരുന്ന രാജ്യങ്ങളും അവരുടെ വിമാനങ്ങളും. ഈ 10 വിമാനങ്ങളിൽ ഏറ്റവും ആഡംബരം നിറഞ്ഞ വിമാനം ഏതെന്ന് ചോദിച്ചാൽ അതിനൊരൊറ്റ ഉത്തരമേ ഉള്ളൂ: സൗദി അറേബ്യയുടെ ഫ്ലൈയിങ് പാലസ്.